ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഈദിൻ്റെ ഔട്ട്ഫിറ്റാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. എനിക്കൊരു മാരേജ് ഉണ്ട് കസിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് കുറച്ച് ടൗണിൽ ഒക്കെ പോകാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ഡേ ഔട്ട് വ്ളോഗായിരിക്കും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അതിനോന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടില്ല. അതിനോ നല്ല ഉറക്കമാണ്. അപ്പോൾ അവൾ എണീച്ചിട്ട് അവളെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. അപ്പം അവൾക്ക് ഇപ്പോൾ കല്യാണത്തിന് പോകുന്നതുകൊണ്ട് ഇതിൻ്റെ ഔട്ട്ഫിറ്റ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. കാറിൽ തന്നെ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം ചൂട് കൊണ്ട് അവൾ എന്തായാലും ആ ഒരു ഔട്ട്ഫിറ്റിൽ നിൽക്കില്ല. അപ്പം ഈ ഒരു ഔട്ട്ഫിറ്റും ബ്ലാക്കിനേക്കാളും കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് തോന്നിയത് എനിക്ക് ഈ ഒരു ഡ്രസ്സാണ്. അതാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്നത് കൂൾലാൻഡിലേക്കാണ് കേട്ടോ. കല്യാണത്തിന് പോയ സമയം ക്ലിപ്സ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ നല്ല ചൂടാണല്ലോ, അപ്പോൾ തണുത്ത ഐസ്ക്രീം കുടിക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ നേരെ കൂൾലാൻഡ് കണ്ണൂരിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഗൈസ്, അങ്ങനെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ കാരണം എൻ്റെ ചാനലിന് കഴിഞ്ഞ ഒരു വീഡിയോക്ക് സ്ട്രൈക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനും സ്ട്രൈക്ക് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. കാരണം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. അപ്പം യുക്ക ഓർഡർ കൊടുക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഞാൻ കാഷ്യൂക്കീറായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. യുക്ക വാൻറ്റം ഐസ്ക്രീം, ഉപ്പാക്ക് ചെറിയൊരു സ്ലൈസ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉമ്മാക്ക് അറേബ്യൻ സൺഡേ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഈ കൂൾലാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി വൈബുള്ളൊരു കൂൾലാൻഡാണ്. ആക്ച്വലി അതിൻ്റെ ഉള്ളിലിരുന്നപ്പം നല്ലൊരു കൂൾ ഫീലിംഗ് തന്നെ നമുക്ക് കിട്ടി. കാരണം നല്ല ചൂടാണല്ലോ പുറത്ത്. അപ്പോൾ തണുപ്പത്തിരിക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് നല്ല ആശ്വാസമാണല്ലോ. അപ്പം ഇത് വരുന്നത് കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും. എനിക്ക് തോന്നുന്നു ഇത് പുതിയൊരു ഐസ്ക്രീം പാർലറാണ്. തുടങ്ങിയിട്ടൊക്കെ കുറച്ച് ആയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ പിന്നെ അവർ തണുത്ത നല്ല കോൾഡായിട്ടുള്ള വാട്ടറാണ് കേട്ടോ ഫസ്റ്റ് കൊണ്ടുവന്നത്. അതുകൊണ്ട് നല്ലൊരു റിലാക്സിങ് ഫീൽ ഉണ്ടായിരുന്നു ഈ ചൂടിൽ വന്ന സമയത്ത്. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ എത്തി. ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത കാഷ്യൂക്കീർ ഐസ്ക്രീം കേട്ടോ. മേലെ കോൺഫ്ലെക്സും അതുപോലെ തന്നെ കാഷ്യൂ ആണ് മെയിനായിട്ട് ഇതിലുണ്ടായിരുന്നത്. ഫുൾ കാഷ്യൂ ആണ്. നമ്മൾ കഴിച്ച് തീരുന്ന വരെ കാഷ്യൂ ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു റിഫ്രഷിങ് ഫീൽ ഉണ്ടായിരുന്നു ഐസ്ക്രീം കുടിച്ച സമയത്ത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. വേർത്താണ്. നല്ല അടിപൊളി ഐസ്ക്രീം. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ കുടിച്ച് നേരെ പോയിട്ടുണ്ടായിരുന്നത് കണ്ണൂർ പോലീസ് ഗ്രൗണ്ടിലാണ് കേട്ടോ. അവിടെ അക്വാറിയം ഫെസ്റ്റ് നടക്കുന്നതുകൊണ്ട് അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ എത്തി. എൻട്രൻസിൽ തന്നെ ഇങ്ങനെ ഒരു ഈഗിളിനെ ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. ഫുൾ മെറൈൻ തീമിൽ തന്നെയാണ് അവർ ഫുൾ ഫ്രണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിരുന്നു. ഫീസ് വന്നിട്ടുള്ളത് 120 ആയിരുന്നു എൻട്രൻസ് ഫീ. അങ്ങനെ എൻട്രൻസിൽ ഫുൾ APJ അബ്ദുൽ കലാമിനെ കുറിച്ചിട്ടുള്ളൊരു ലൈഫ് ഹിസ്റ്ററിയാണ് കേട്ടോ ISROക്ക് വേണ്ടി ചെയ്തതും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ ആണ് എൻട്രൻസിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്.
അത് കഴിഞ്ഞ് നമ്മൾ കയറുന്നത് ഫുൾ ആനിമൽസിൻ്റെ ആ ഒരു സൗണ്ടും അതെല്ലുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പം നല്ലൊരു എൻട്രൻസിൽ തന്നെ നല്ല ഭംഗിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു, ആനിമൽസിൻ്റെ സൗണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ട്. പിന്നെ കൂടുതലായിട്ടും ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാത്തത് അതുകൊണ്ടാണ്, ഫുൾ സൗണ്ട് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. ഫുൾ ആനിമൽസിൻ്റെ മഴ. ഇതാണല്ലേ എക്വാറിയത്തിൻ്റെ എക്വാറിയം. ഇത് കഴിഞ്ഞ പ്രാവശ്യം അല്ല, അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം ഒരിക്കൽ ഉണ്ടായിരുന്നു. ഹൈ ഫുൾ നീലം. അല്ല, ഞാൻ വന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെ. ഇത് കണ്ടിട്ട് ഇത്ര വെള്ളം ഉണ്ടായി. നല്ല ഉണ്ടല്ലേ. ഹൈ ഇറ്റ്സ് നൈസ്. അടിപൊളി. എന്താ പറഞ്ഞേ? നെയിം അവിടെ അല്ല, കോയിൻ കാപ്പ്. ഇത് നോക്കൂ, ഒരു സ്ഥലത്ത് തന്നെ വന്ന് നിന്നിന്. നല്ലുണ്ടല്ലേ. ഷാർക്കല്ലത്. ഓ, ഇതൊന്ന് ഫോട്ടോന് പോസ് ചെയ്യുന്ന ഒപ്പരം. ഇത് നോക്ക്. നല്ല രസമല്ലേ. അതാ ഞാൻ ചോദിച്ചു, ഇത്രയും ഫിഷിനെ ഇവരിത് മാറ്റും പടങ്ങാറ് വരൂലേ അല്ലേ? കേരളത്തിൽ തന്നെ 14 കേരളത്തിൽ 14 അക്കാഡമീസ്.
ചെറിയൊരു ചോദ്യമാണ്. അതായത് ഏറ്റവും ചെറിയ 6 എന്ന് പറഞ്ഞാൽ 6, അതിന് മുകളിലോട്ട് 16, അതിന്റെ മുകളിൽ 26, 36, 46, 56, 66 അങ്ങനെ 6 പോയിക്കൊണ്ടേ അതൊക്കെ ചോദ്യം. ചില പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന 6 ഏതാണ്? ചില പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന 6 മലയാളത്തിലാണ് വിചാറില്ല. എങ്ങനെയുണ്ട് പേടിക്കുന്നു? മെറാൻ അക്വേറിയം കഴിഞ്ഞ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ചെറിയൊരു ബേർഡ്സിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ. ഇതിന് ശേഷം അത്ര വലിയ കാണാനൊന്നുമില്ല, സാധാരണ ഷോപ്സ് കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളൂ. ദോശക്കല്ലേ, അപ്പക്കല്ലേ, കടലിക്കല്ലേ, ഇഞ്ചിക്കല്ലേ. താങ്ക് യു. റാണി ഹലോ ഹലോ
നമ്മൾ പുറത്തൊക്കെ പോയി വന്ന് നമ്മൾ ഉച്ചക്ക് കല്യാണത്തിന് പോയി അതിൻ്റെ അവിടെ ചൂടാണ്ട് ഞാൻ അവിടെ നിന്ന് ഒരു ക്ലിപ്പ് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ നേരെ ഐസ്ക്രീം കുടിക്കാൻ പോയി. ഐസ്ക്രീമൊക്കെ കുടിച്ച് പിന്നെ മറൈൻ അക്വാറിയത്തിലൊക്കെ പോയിട്ട് നമ്മൾ ഇപ്പോൾ തിരിച്ചു വന്നു. നല്ല ടയേർഡായി, കാരണം ഉച്ച സമയത്ത് പുറത്ത് പോയാണ്ട് തന്നെ നല്ല ചൂടാണ്. അപ്പം നമ്മൾ വീട്ടിലെത്തി. ഉക്കാൻ്റെ വീട്ടിലാണ് കേട്ടോ ഞാനുള്ളത്. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ ബൈ.